മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കഥ ആരംഭിക്കുന്നത് ഏകദേശം 128 വർഷങ്ങൾക്ക് മുൻപാണ്. ഒരു ഭാഗത്ത് കേരളത്തിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന പെരിയാർ നദിയും മറുഭാഗത്ത് തമിഴ്നാട്ടിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന വൈഗേ നദിയും. ഈ രണ്ട് നദികൾ തമ്മിൽ വലിയൊരു വ്യത്യാസമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഇവിടെ മുതലാണ് മുല്ലപ്പെരിയാറിൻ്റെ കഥ ആരംഭിക്കുന്നത്. നിർമ്മാണ കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ. സുർക്കി മിശ്രിതം അഥവാ ചുണ്ണാമ്പിൻ്റെയും വെന്ത കളിമണ്ണിൻ്റെയും നേർത്ത പൊടി വെള്ളത്തിൽ ചേർത്തുണ്ടാക്കുന്ന മിശ്രിതവും കരിങ്കല്ലുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ 129 വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടാണിത്. നിലവിലുള്ള ലോകത്തിൽ ഉയരം കൂടിയ ഭൂഗരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് കൂടിയാണിത്. 1895 ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കാലത്ത് 50 കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസില്ല എന്ന് അണക്കെട്ടിന്റെ ശില്പിയായ പെനികുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയാൽ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ മുൻപ് തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. പെരിയാർ നദിയുടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ജലം ഉപയോഗപ്പെടുത്തി കിഴക്കോട്ടൊഴുകുന്ന വൈഗേ നദിയിലേക്ക് തിരിച്ചുവിടുക എന്ന സവിശേഷമായ ആശയം മുന്നോട്ട് വെച്ചത് ബ്രിട്ടീഷുകാരാണ്. 1882 നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ ജോൺ പെനിക്വിക്ക്, ആർ സ്മിത്ത് എന്നിവരെയാണ് പുതിയ പദ്ധതി സമർപ്പിക്കാനായി നിയോഗപ്പെടുത്തിയത്. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ടിന് പെനിക്വിക്ക് പദ്ധതി തയ്യാറാക്കി. അങ്ങനെ 1895 മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയായി. ലോകമെമ്പാടുമുള്ള കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളുടെ ഭീഷണിയെക്കുറിച്ചുള്ള ഒരു ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഭൂകമ്പം സജീവമായ പ്രദേശത്തു സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വലിയ ഘടനാപരമായ വീഴ്ചകളുണ്ടെന്നും 100 വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുകയാണെങ്കിൽ 3.5 ദശലക്ഷം ആളുകൾ അപകടത്തിലാകുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. 60 വർഷമായി മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണ് എന്ന റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ട്. ആദ്യം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KC തോമസ്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി, കേരള ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത വിദഗ്ധ സമിതി ഉൾപ്പെടെ പലരും ഇതിനെപ്പറ്റി റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ അണക്കെട്ടിന് 126 അടി ഉയരവും 200 അടി നീളവുമുണ്ട്. അണക്കെട്ടിൻ്റെ മുകൾ ഭാഗത്തിന് 12 അടി വീതിയും അടിത്തറയ്ക്ക് 138 അടി വീതിയുമുണ്ട്. നാം ഭയക്കുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നതിന് പല നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ആദ്യത്തേത്, ഡാം തകർന്നു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് 40 ലക്ഷം പേരെങ്കിലും മരിച്ചു വീഴും. കുറേയധികം പേർ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴും. കെട്ടിടങ്ങൾക്കുള്ളിലും വാഹനങ്ങൾക്കുള്ളിലുമൊക്കെയായി കുടുങ്ങിക്കിടക്കുന്ന ഇത്രയും അധികം ശവശരീരങ്ങൾ 24 മണിക്കൂറിനകം കണ്ടെടുത്ത് ശരിയായ രീതിയിൽ മറവ് ചെയ്തില്ലെങ്കിൽ ജീവനോടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള മനുഷ്യജന്മങ്ങൾ പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും പിടിപെട്ട് മരിക്കും. ഇക്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് തമിഴരും ഉണ്ടാകുമെന്നതാണ് ആദ്യ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതല്ല രണ്ടാമതായി പറയുന്ന കാര്യം. മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ 15 TMC വെള്ളമാണുള്ളത്. ഈ 15 TMC വെള്ളം പൊട്ടിവരുന്ന പ്രഹരശക്തി എന്ന് പറയുന്നത് ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 മടങ്ങ് വലുതായിരിക്കും. കൂടാതെ അവിടുന്ന് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം അതിൻ്റെ ഇടയിൽ കുടുങ്ങുന്ന വൻമരങ്ങളെയും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരെയും വലിയ കെട്ടിടങ്ങളെയും എന്നിങ്ങനെ അതിൻ്റെ വഴിയിലുള്ള എല്ലാത്തിനെയും വഹിച്ചുകൊണ്ടായിരിക്കും വരിക. ഇതുമൂലം ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ ചെറുതും വലുതുമായ 10ഓളം ഡാമുകൾ പൊട്ടാനിടയാകും. അങ്ങനെ 15 TMC വെള്ളം അത് 100 TMC വെള്ളമായി മാറും. 100 TMC വെള്ളം എന്നാൽ 1 കിലോമീറ്റർ വീതിയും 100 കിലോമീറ്റർ പൊക്കത്തിലുമായിരിക്കും അതിൻ്റെ വരവ്. ഇത് നമ്മുടെ കേരളത്തിലെ 1.5 കോടി ജനങ്ങളെ നേരിട്ടില്ലാതാക്കുകയും 2 കോടി ജനങ്ങളെ പരോക്ഷമായി ബാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ 100 TMC വെള്ളം നേരെ ചെല്ലുന്നത് അറബിക്കടലിലേക്കാണ്. അറബിക്കടൽ ആദ്യം ഈ വെള്ളത്തെ നേരിട്ട് സ്വീകരിച്ച് പിൻവാങ്ങുകയും പിന്നീടത് നമ്മുടെ കേരളത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതാണ് മറ്റൊരു നിഗമനം. വർഷങ്ങളായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതിയിലടക്കം പോയി പോരാടിയ ഒരു വ്യക്തിയാണ് ആലുവ സ്വദേശി അഡ്വക്കേറ്റ് റസൽ ജോയ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് മുല്ലപ്പെരിയാർ ഡാം സമുദ്രനിരപ്പിൽ നിന്ന് 850 മീറ്റർ അടി ഉയരത്തിലാണ്. അവിടെ നിന്ന് മുല്ലപ്പെരിയാർ താഴേക്ക് വീണാൽ ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും 129 വർഷത്തെ ചെളിയും വാഹനങ്ങൾ, ശവശരീരങ്ങൾ ഇതെല്ലാം ഒഴുക്കിക്കൊണ്ടുവരുന്ന ശക്തി വളരെ വലുതായിരിക്കും. ഇത് ഇടുക്കി ഡാമിന് താഴെയുള്ള ഡാമുകൾ താങ്ങില്ല. ഒരു വലിയ ശബ്ദത്തോടെ തന്നെയായിരിക്കും ഇടുക്കി ഡാം പൊട്ടിത്തെറിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ മാത്രം നാശമല്ല, കേരളവും ശ്രീലങ്കയും അപ്രത്യക്ഷമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിൽ വലിയ പൊട്ടലുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഈ പറയുന്നതിൽ എന്ത് സംഭവിച്ചാലും കേരളത്തെ കാത്തിരിക്കുന്നത് ഒരു വൻ ദുരന്തമാണ്. കേരളത്തെ വിഴുങ്ങാൻ തക്ക കെൽപ്പുള്ള ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ. ഇനിയും ഈ മഴക്കാലം കഴിയുമ്പോൾ നമ്മളെല്ലാവരും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം മറക്കും. വലിയ ദുരന്തം സംഭവിക്കുന്നതുവരെ ഇനിയും ചർച്ചകൾ മാത്രം ബാക്കി.